ഹലോ ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഏലാഞ്ചി, മുട്ടക്കുഴലപ്പം, ലവ് ലെറ്റർ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. എനിക്കിവിടെ ഒരു 2-2.5 കപ്പോളം വെള്ളം ആവശ്യമായി വന്നു. അപ്പം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതാ വെള്ളമൊക്കെ ആഡ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു മുട്ടയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ള ഫില്ലിങ് കൂടി റെഡി ആയിട്ടെടുക്കണം. അതിന് ഞാനൊരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററും അതുപോലെ തന്നെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പരത്തി ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ എണ്ണ തടവേണ്ട കാര്യമില്ല. കല്ല് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഒരു തവി കോരി ഒഴിച്ചിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടെടുക്കാൻ പറ്റും. നമുക്ക് മൈദ കൊണ്ട് മാത്രമല്ല, വേണമെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് അടുത്ത സൈഡ് കൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കല്ലിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് ഫില്ലിങ്ങിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കണം. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇതുപോലെ പരത്തിച്ചിട്ട് ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മാവിൽ നിന്ന് ഏകദേശം 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ.